ആം ആദ്മി എം പി സ്വാതി മലിവാളിനെ ആക്രമിച്ചു വന്ന പരാതിയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ PA വൈഭവ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവാദങ്ങൾ ഒഴിയാത്ത ആം ആദ്മി പാർട്ടി, ആം ആദ്മി BJP വാക്പോര്, പോരാട്ടങ്ങളിലൂടെ വളർന്നു വന്ന സ്വാതി മലിവാൾ ഇന്നത്തെ കാര്യത്തിൽ ഇതാണ്. പതിമൂന്നാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ കാണാൻ ചെന്ന സ്വാതി മലിവാളിനെ അദ്ദേഹത്തിൻ്റെ PA മർദ്ദിക്കുകയായിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തു. FIR-ലുള്ളത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. വയറിൽ ചവിട്ടി, മുഖത്ത് പലതവണ അടിച്ചു, നിലത്ത് വീണ് കിടന്നതിന് ശേഷവും മർദ്ദിച്ചു എന്നുള്ളതാണ് ഇതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഈ ആരോപണങ്ങൾ ഏതാണ്ട് ശരിവെക്കുന്ന തരത്തിലുള്ള പരിശോധനാ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈഭവ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ആം ആദ്മി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്നുമാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ വിഷയത്തെ വിവാദമാക്കിയത് 2-3 കാര്യങ്ങളാണ്. ഈ വിഷയം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ആം ആദ്മി പാർട്ടി ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ അതാണ് ഈ വിഷയത്തെ കൂടുതൽ ഗൗരവമുള്ളതും വിവാദത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തത്. സ്വാതിയുടെ നടപടി ഒരു തിരക്കഥയെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ആ തിരക്കഥ തയ്യാറാക്കിയത് BJP ആണെന്നുമായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ആരോപണമായി ഉന്നയിക്കപ്പെട്ടത്. എന്നാൽ അത് തള്ളിക്കൊണ്ടും അതിന് കൃത്യമായിട്ടുള്ള കുറിക്കുകൊള്ളുന്ന മറുപടി പറഞ്ഞുകൊണ്ടുമായിരുന്നു സ്വാതി പിന്നീട് രംഗത്ത് വന്നത്. ഇന്നലെ പാർട്ടിയിലേക്ക് വന്നവരാണ് തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും തന്നെ BJP ആക്കുന്നതെന്നും അവർ കുറിക്കുകൊള്ളുന്ന മറുപടി തന്നെ നൽകി. ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അരവിന്ദ് കെജ്രിവാൾ മൗനം തുടരുകയായിരുന്നു. എന്തായാലും ഒന്നുറപ്പാണ്, ആം ആദ്മി പാർട്ടിക്കും അരവിന്ദ് കെജ്രിവാളിനും ആശ്വാസം അത്ര വേഗം ലഭിക്കില്ല. ഇനി സ്വാതിയെക്കുറിച്ച് 2 വാക്ക്. ഈ ഒരു സംഭവത്തിൻ്റെ പുറത്ത് മാത്രമല്ല സ്വാതി വാർത്തകളിൽ നിറയുന്നതും രാജ്യത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്നത് സ്വാതിയുടെ പേരായിരിക്കും. അവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെല്ലാം തന്നെ രാജ്യത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്നതായിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളൊക്കെയും ചരിത്ര സംഭവങ്ങൾ തന്നെ. പോക്സോ നിയമത്തിൽ പോലും കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ അവർ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉന്നാവിലും കത്വയിലും ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ രാജ്യം വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള കുട്ടികളെ ആക്രമിക്കുന്നവർക്ക് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോരാട്ടത്തിനിറങ്ങിയതാണ് സ്വാതി. എന്തായാലും അവർ അതിജീവിതകളോട് പറഞ്ഞത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. തീയിൽ കുരുത്ത പെണ്ണായി ഇനിയും ജീവിക്കുക.